തിരുസഭ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ഇപ്പോൾ ജീവിക്കുന്നത്. സഭാചരിത്രത്തിൽ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള അനേകം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. ഇതിനെയെല്ലാം അതിജീവിക്കുവാൻ സഭയ്ക്ക് സാധിച്ചത് അന്നത്തെ ദൈവജനത്തിന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും ധീരമായ പ്രതിരോധവുമായിരുന്നു. ദൈവത്താൽ സ്ഥാപിതമായ തിരുസഭ മുന്നേറുക തന്നെ ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. സഭ ഒരു ഭൗതിക സ്ഥാപനമായി മാറാതിരിക്കുവാൻ നേതൃസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ലോകത്തിന്റെ സമ്മർദ്ദങ്ങളിൽ വീണു പോകാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് കുറച്ചു കാലം മുമ്പ് അഭിമന്യ കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ വെളിപ്പെടുത്തലുകൾക്ക് വളരെയധികം പ്രസക്തിയുള്ളതായി കാണുന്നു. പുറം ലോകം തിരുസഭയെ ദർശിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മുഖവും ഭാവവും കാഴ്ചപ്പാടുകളും അവളിൽ ദൃശ്യമാകേണ്ടിയിരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മുഖം പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയായി തിരുസഭ മാറുക തന്നെ ചെയ്യണം. പക്ഷേ ഇന്ന് സഭ ഒരു ഭൗതിക സ്ഥാപനമായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് തോന്നിപ്പോകുന്നു. ഈ കാലഘട്ടത്തിൽ അനേകം വൈദികരെയും അൽമായരെയും ദൈവവചന പ്രഘോഷകരായി ദൈവം നമുക്ക് നൽകിയതിൽ ദൈവത്തിന് നന്ദി പറയാം. എന്നാൽ ഇന്ന് ദൈവവചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് നൽകാൻ വേണ്ട അളവിൽ അൽമായ വചന പ്രഘോഷകരെ സഭാധികാരികൾ അനുവദിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദൈവവചനം ഒട്ടും കലർപ്പില്ലാതെ പ്രഘോഷിക്കുവാൻ ധൈര്യം കാണിക്കുന്ന അനേകം വചന പ്രഘോഷകരെ, പ്രത്യേകിച്ച് അൽമായരെ നമുക്ക് ആവശ്യമായിരിക്കുന്നു. അതിന്റെ സബലീകരണത്തിന് വേണ്ടി അൽമായർക്ക് സഭാധികാരികൾ വേണ്ട വിധം അവസരങ്ങളും ആവശ്യമായ പരിശീലനങ്ങളും നൽകുന്നത് ഉചിതമായിരിക്കും. ദൈവമക്കൾ അതിനായി പ്രാർത്ഥിക്കുകയും വേണം. പൗരോഹിത്യത്തിനുള്ള അധികാരത്തെയും അതിന്റെ മാഹാത്മ്യത്തെയും മനസ്സിലാക്കാതെ ചില അൽമായർ ഈ ഉന്നത വിളിയെ ലഭിച്ച വൈദികരെ അവഹേളിക്കുന്ന പ്രവണത കണ്ടുവരുന്നു. ഇത് ഒട്ടും തന്നെ അഭികാമ്യമല്ല. അവർ പരികർമ്മം ചെയ്യുന്ന കൂദാശകളെയും മറ്റു ശുശ്രൂഷകളെയും അഭിനന്ദിക്കുവാനും അംഗീകരിക്കുവാനും സഭാമക്കൾ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. എങ്കിലും വൈദികരുടെയും മറ്റു സമർപ്പിതരുടെയും തെറ്റായ പ്രവണതകൾ അൽമായരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് വേണ്ടപ്പെട്ട അധികാരികളെ അറിയിക്കുവാൻ അൽമായർക്ക് കടമയുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിലൂടെ അവരെ ബലപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണെന്നുള്ള കാര്യം സഭാമക്കൾ വിസ്മരിക്കുകയും അരുത്. സാംസ്കാരിക അനുരൂപണത്തിന്റെ പേരിൽ തിരുസഭയുടെ പരമ്പരാഗതമായ വിശ്വാസ സത്യങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ബലി കഴിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും. ഇതേക്കുറിച്ച് സഭാമക്കൾക്ക് ആഴമായ അവബോധം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കത്തോലിക്ക സഭ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ചെറുപ്പക്കാരായ അൽമായരെ കൂടുതലായി ഉൾപ്പെടുത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് തോന്നുന്നു. ആയതിന് ബന്ധപ്പെട്ട വൈദികരും സന്യസ്തരും അവരോടൊപ്പം പങ്കാളികളാകുന്നത് നല്ലതാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കത്തോലിക്ക സഭ മറ്റ് മതങ്ങളിൽപ്പെട്ടവർക്ക് ഒരു മാതൃകയായി മാറിയാൽ അവരും യേശുവിനെ അംഗീകരിക്കുന്നവരായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതിലൂടെ സഭയുടെ മുഖം യേശുവിന്റെ കരുണയുടെ മുഖമായി മാറുക തന്നെ ചെയ്യും. രോഗി ശുശ്രൂഷ, കാരുണ്യ പ്രവർത്തനങ്ങൾ ഇവയൊക്കെ ക്രൈസ്തവ പ്രബോധനങ്ങളെ ആധാരമാക്കിയാൽ കൂടുതൽ ഉചിതമായിരിക്കുമല്ലോ. അമിതമായ ധനലാഭം ലക്ഷ്യമാക്കിയാൽ ക്രൈസ്തവ പ്രബോധനങ്ങളിൽ വെള്ളം ചേർത്തതായി മാറുമല്ലോ. സഭയ്ക്ക് എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം അമിത സമ്പത്തിന്റെ അതിപ്രസരണമാകാം. അത് സമൂഹത്തിൽ അർഹിക്കുന്നവർക്ക് പങ്കിട്ടു കൊടുത്താൽ ഒരു വലിയ സുവിശേഷ പ്രഘോഷണമായി മാറുക തന്നെ ചെയ്യും. സഭയുടെ ഏറ്റവും വലിയ സമ്പത്തായ യുവജനങ്ങളിൽ ക്രൈസ്തവ വിശ്വാസം മന്ദീഭവിച്ചു വരുന്നതായി ചില പഠനങ്ങളിലൂടെ വ്യക്തമാകുന്നുണ്ട്. ഇതിനു വേണ്ട മുൻകരുതലുകൾ തക്ക സമയത്ത് തന്നെ സ്വീകരിച്ചില്ലെങ്കിൽ സഭാഗാത്രത്തിന് ക്ഷീണം വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയും കടന്നു വരുന്ന തലമുറകളിൽ പെട്ടവർ വിശ്വാസ കാര്യങ്ങളിൽ പിന്നിലാകാൻ വളരെയധികം സാധ്യതയുണ്ട്. മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കാണുമോ എന്നാണല്ലോ ദൈവവചനം പറയുന്നത്. നമ്മുടെ പൂർവികരിലൂടെ ലഭിച്ച വിശ്വാസങ്ങളും ആചാരങ്ങളും കൈമാറി വരുമ്പോൾ ഇടയ്ക്ക് അതിന്റെ ഒരു കണ്ണിക്ക് കേടുപറ്റിയാൽ അടുത്തു വരുന്ന തലമുറയിലേക്ക് അത് കൈമാറാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ അടുത്ത കാലത്ത് സഭയുടെ കൂദാശകളെ, പ്രത്യേകിച്ച് കുമ്പസാരം അതുപോലെയുള്ള കൂദാശകൾ അവയെ കടന്നാക്രമിക്കുന്ന ഒരു പ്രവണത സഭയുടെ അകത്തുനിന്നും പുറത്തുനിന്നും ഉയർന്നു വരുന്നതായി കാണുന്നു. കൂടാതെ സിനിമ, TV ചാനലുകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ ഇവയിലൂടെയെല്ലാം കടന്നു വരുന്ന ഈ അവസ്ഥകളെയെല്ലാം നിരുത്സാഹപ്പെടുത്തുവാൻ സഭാമക്കൾ തന്നെ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. ഇതുമൂലം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ
അവർ മനസ്സിലാക്കി ഇതിനെതിരെ ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. 10 പ്രമാണങ്ങളിൽ ഒന്നായ സാബത്താചരണത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും. സാബത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾക്ക് യോജിക്കാത്ത വിധത്തിലുള്ള പല കാര്യങ്ങളിലും സഭാമക്കൾ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. ഞായറാഴ്ചകളിൽ കുട്ടികളെ ട്യൂഷൻ അയക്കുക, ഷോപ്പിംഗ് ദിനമായി മാറ്റുക, ബിസിനസ്സിൽ ഏർപ്പെടുക, മറ്റുള്ളവരെ ജോലി ചെയ്യിപ്പിക്കുക, ആഘോഷ ദിവസമാക്കി മാറ്റുക എന്നിവയിൽ നിന്നെല്ലാം സഭാമക്കൾ പിന്തിരിയണം. മറിച്ച് ഈ ദിവസം വിശുദ്ധ കുർബാനയ്ക്കും ദൈവവചന ശ്രവണത്തിനും വചന പഠനത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മറ്റുമായി മാറ്റിവെക്കുകയാണെങ്കിൽ അതവർക്ക് ദൈവാനുഗ്രഹവും അഭിവൃദ്ധിയും ആത്മീയ വളർച്ചയും ഉളവാക്കുമെന്നതിൽ സംശയമില്ല. ഇക്കാലത്ത് ചില വചനപ്രഘോഷകരും ധ്യാനഗുരുക്കന്മാരും ഇതിന് ഊന്നൽ നൽകി സംസാരിക്കുന്നത് ആശ്വാസകരം തന്നെയാണ്. ഇതുപോലെ മനുഷ്യ സമൂഹത്തിലുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ സഭാമക്കൾ മുഖം നോക്കാതെ ശബ്ദമുയർത്തേണ്ടിയിരിക്കുന്നു. കത്തോലിക്ക സഭ മനുഷ്യ സമൂഹത്തിന്റെ പ്രവാചക ശബ്ദമായി മാറുക തന്നെ ചെയ്യണം. പ്രതിസന്ധികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ സഭയിൽ ശക്തമായ പ്രാർത്ഥനകൾ ഉയരേണ്ട സമയം സംജാതമായിരിക്കുന്നു. ഒപ്പം തന്നെ ഉപവാസത്തിലേക്കും പ്രായശ്ചിത്ത പ്രവർത്തികളിലേക്കും ദൈവജനം തിരിയേണ്ടിയിരിക്കുന്നു. തിന്മയുടെ ശക്തികളിൽ നിന്ന് തിരുസഭയ്ക്ക് സംരക്ഷണം ലഭിക്കുന്നതിനും പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനും ഇത് അത്യന്താപേക്ഷിതമായിരിക്കുന്നു. യേശു ഏക രക്ഷകനാണെന്ന് പ്രഘോഷിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഭക്തിയിലും ദൈവമാതാവിനോടുള്ള ഭക്തിയിലും അല്പം പോലും കുറവ് വരുത്താതെ അവയെ ചേർത്ത് പിടിച്ച് മുൻപോട്ട് നീങ്ങിയാൽ തിരുസഭ നൗക ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇപ്രകാരം വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്കുണ്ടായ ദർശനം സബലീകരിക്കപ്പെടുകയും പരിശുദ്ധ ദൈവമാതാവിന്റെ വിമല ഹൃദയ വിജയിക്കുകയും ചെയ്യട്ടെ. ഇതിനായി പരിശുദ്ധാത്മാവിന്റെ സഹായവും പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥവും നമുക്ക് യാചിക്കുകയും ചെയ്യാം.